നമസ്കാരം. ഹോർമൂസിൽ നിന്ന് പുറത്തു വരുന്ന വാർത്ത വീണ്ടും അടയ്ക്കപ്പെട്ടു എന്നാണ്. അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഹോർമൂസ് തുറന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ഡയലോഗ് അടിച്ചിരുന്നത്, ഞങ്ങൾ ഉപരോധം കപ്പലുകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം ഉണ്ടല്ലോ അതങ്ങനെ തന്നെ തുടരും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇറാനെ അത് പ്രകോപിപ്പിച്ചെന്നും 24 മണിക്കൂർ പോലും ഈ കപ്പൽശാല തുറന്നിട്ടില്ല എന്നും ഹോർമൂസ് തുറന്നിട്ടില്ല എന്നും ഇപ്പോ പൂർണ്ണമായും അടച്ചു എന്നും ഇപ്പൊ അവസാനം കേൾക്കുന്നത് 2 ഇന്ത്യൻ കപ്പലുകൾക്ക് യാത്ര നിഷേധിച്ചു എന്നുള്ള വാർത്തകളും കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മളൊരു അല്പം കൂടെ പിന്നോട്ട് പോകണം. എന്തിനാണ് ഈ അമേരിക്കയും ഇസ്രായേലിനെ കൊണ്ട് മാറ്റിവെക്കാം, അമേരിക്ക എന്തിനാണ് ഇറാനെ ആക്രമിക്കുന്നത്? ഇസ്രായേല് കൊണ്ട് പെടുത്തിയതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് കൃത്യമായ അജണ്ടയുണ്ട് ഇറാനെ അടിക്കുന്നതിൽ. അത് പ്രധാനമായും 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, എണ്ണ. ഇറാൻ അധിനിവേശം ചെയ്ത് അവിടുത്തെ എണ്ണ മുഴുവൻ സ്വന്തമാക്കണം. എന്നാൽ അതിലേറെ പ്രാധാന്യത്തോടെ ഇറാനെ ആക്രമിക്കുന്നതിന്റെ കാരണം അവിടുത്തെ യുറേനിയം അടിച്ചു മാറ്റുക എന്നതാണ്. ഇപ്പൊ എന്താ സമാധാന കരാറിൽ വരുന്നത്? ഈ യുറേനിയം അമേരിക്ക ഏൽപ്പിക്കണം എന്നാണ്. ഇനി ഇന്ത്യ എന്തിനാണ് അമേരിക്ക ഉപരോധിച്ചത്? എങ്ങനെ ഉപരോധിച്ചത്? വലിയ താരിഫ് ചുമത്തിയിട്ട് ഇന്ത്യയെ തടയാൻ വേണ്ടി ശ്രമിച്ചത്. അന്ന് ട്രംപുമായി ഒരു അനുരഞ്ജനം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാരിനെ, രാഷ്ട്രീയമല്ല ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്, എന്തിനാണ് അമേരിക്ക ഇത് ചെയ്തത്? അതായത് ഇറാനെ എന്തിനാണോ ഇപ്പൊ പൂട്ടി വെച്ചിട്ടുള്ളത് അതേ നാണയത്തിൽ ഇന്ത്യയെ കയറി ഒന്ന് അടിക്കാൻ, ഒന്ന് ചൊറിയാൻ വേണ്ടി നോക്കിയതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ആ വണ്ടിയിൽ പെട്രോളോ ഡീസലോ പാർന്നു കഴിഞ്ഞാൽ അത് തീരുന്നവരെ ഓടും. വീണ്ടും അത് ഓടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ധനം നിറയ്ക്കണം. ആവശ്യമായ മെയിൻ്റനൻസ് അത് അതിന്റെ വഴിക്ക് നടക്കും, അതൊക്കെ നമുക്ക് വിടാം. ഏതായാലും നമുക്ക് ഇന്ധനം നിറച്ചു കൊടുക്കണം, എന്നാലേ അത് വീണ്ടും ഓടുള്ളൂ. ഇത് ഊർജ മേഖലയിൽ എല്ലായിടത്തും ഉള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഊർജ മേഖല ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നു. അവർക്ക് യുറേനിയം ആവശ്യമുണ്ട്. ആ യുറേനിയം വെച്ചുകൊണ്ട് അവർ ആണവ ഊർജം ഉണ്ടാക്കുന്നു. ആ ഊർജം അവരുടെ വൈദ്യുത മറ്റു മേഖലകൾക്കെല്ലാം അല്ലെങ്കിൽ മറ്റു മേഖലകളിലെല്ലാം ഉപയോഗിക്കുന്നു. അവർക്ക് യുറേനിയം ആവശ്യമുണ്ട്. എന്നാൽ ഇറാൻ അത്തരത്തിൽ സംസ്കരിച്ച് എടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അത് മറ്റേത് അതിനാണ് ഇതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യയെ ചൊറിഞ്ഞ എന്തിനാ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ഒരു വൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട്. അതായത് ഒരിക്കൽ നമ്മൾ പെട്രോൾ ഒഴിച്ചു അല്ലെങ്കിൽ ഡീസൽ ഒഴിച്ചു, വണ്ടി ഓടാൻ തുടങ്ങി. അങ്ങനെ ഓടുന്ന വണ്ടി പെട്രോൾ തീരുന്നതനുസരിച്ച് മറുഭാഗത്ത് പെട്രോളോ ഡീസലോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതുപയോഗിച്ച് വണ്ടി വീണ്ടും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഇന്ധനം സ്വയം സൃഷ്ടിക്കപ്പെട്ട് ആ ഇന്ധനം ഉപയോഗിച്ച് വർക്ക് ചെയ്ത് നമുക്ക് ഊർജം പുറത്തേക്ക് തരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാലോ എന്തായിരിക്കും ആ ഒരു കണ്ടുപിടുത്തത്തിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്? ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾ? വാഹനത്തിന്റെ കാര്യം നമ്മൾ ഉദാഹരിച്ചതുപോലെ ഊർജ മേഖലയിൽ റിയാക്ടറുകൾക്ക് ആവശ്യമായി ഇന്ധനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം യുറേനിയമാണ് ഇന്ധനമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്ത്യ തോറിയം ഉപയോഗിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ധനം വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നു, ഊർജം നമുക്ക് പുറത്തേക്ക് തരുന്നു എന്ന ഒരവസ്ഥയിൽ ഇന്ധനമില്ലാതെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സാങ്കേതിക വിദ്യ വികസിച്ച് പ്രവർത്തനം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വളർച്ച സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ തടയിടണം. ഇന്ത്യയുടെ സാങ്കേതിക വളർച്ച തടയിടാൻ വേണ്ടിയിട്ട് അമേരിക്ക എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. അതായത് ലോകത്തെ മറ്റ് രാജ്യങ്ങളൊന്നും മറ്റ് ടെക്നോളജികൾ കൊണ്ട് പോകാൻ പാടില്ല. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉത്തര കൊറിയ ആരെയും അനുസരിക്കില്ല. അവരുടെ രാജ്യത്ത് എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയെ ചൊറിയാൻ വേണ്ടിയിട്ട് അമേരിക്കയോ മറ്റാരും തന്നെ പോകുന്നില്ല. ഇനി ചൈനയുടെ കാര്യം തന്നെ എടുക്കാം. ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് സ്വന്തമായി അവർക്ക് സെർവേഴ്സ് ഉണ്ട്. ഇനി യൂട്യൂബിന് പകരമായി, ഫേസ്ബുക്കിന് പകരമായി, അതുപോലെ വാട്സപ്പിന് പകരമായി എല്ലാം അവർക്കെല്ലാം പകരമായി സ്വന്തമായി അവർ വികസിപ്പിച്ചിട്ടുണ്ട്. ഒരുത്തന്റെ കാല് പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ഇന്റർനെറ്റ് സേവനങ്ങൾ ആരെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്? അമേരിക്ക ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കഥ കഴിയുന്ന ഒരു അവസ്ഥയല്ലേ? ഓഫ് ആക്കില്ല, അത് വേറെ വിഷയം. പക്ഷെ എന്നാലും നമ്മുടെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളമാണ്? നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള സെർവറുകൾ നമ്മൾ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് അത് സുരക്ഷിതമാണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ അതിനുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥ എവിടെയാണ്? ചൈന കൈവരിച്ചതുപോലെയുള്ള ഒരു നേട്ടം ഇന്ത്യക്ക് വേണം. അത് ഓരോ മേഖലയിലും ഇന്ത്യ കൈവരിച്ചു വരികയാണ്. ആദ്യമായി അത് ഊർജ്ജ മേഖലയിലാണ്. അതായത് തോറിയം ഉപയോഗിച്ച്, സാധാരണഗതിയിൽ യുറേനിയം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള നേട്ടം എല്ലാവരും കൈവരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഊർജ്ജ മേഖലയിൽ
അവർ ഉൽപാദനം നടത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം എന്ന് പറയുന്നത് തോറിയം ഉപയോഗിച്ചാണ്. തോറിയം ഉപയോഗിച്ചിട്ട് കൽപ്പാക്കത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇന്ധനം ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുക. അതായത് ഊർജ്ജോൽപാദനം നടക്കുന്നതോടൊപ്പം ഇന്ധനം ഉൽപ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഇന്ധനം ഉപയോഗിച്ച് വീണ്ടും പ്രവർത്തനങ്ങൾ നടക്കുന്നു, വീണ്ടും ഊർജ്ജം ലഭിക്കുന്നു. അതായത് ഒരു വലിയ ഊർജ്ജ രംഗത്തെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കരുതെന്നും ഇനി അഥവാ നടന്നാൽ അത് അമേരിക്കയുടെ ചൊൽപ്പടിയിലായിരിക്കണം എന്നും അമേരിക്ക ആഗ്രഹിക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ 6 രാത്രി 8:30 ഈ ഒരു ചരിത്ര നേട്ടം കൈവരിക്കുന്നത്. അത് റിയാക്ടറിലെ ആണവ പ്രവർത്തനം സ്വയം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഉൽപാദനം നിലനിർത്തിക്കൊണ്ട്, അതായത് ഇന്ധനം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പിന്നെ അതിന്റെ പ്രവർത്തനം സ്വയം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാങ്കേതിക നേട്ടം കൈവരിച്ചുകൊണ്ട് ഈ സമയവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു മുമ്പ് അത്തരം കാര്യങ്ങൾ ഇടപെടാൻ, അതായത് ലോക രാജ്യങ്ങൾ എവിടെയെങ്കിലും സാങ്കേതികമായി വളരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ അമേരിക്ക ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോ യുറേനിയം സമ്പുഷ്ടീകരിച്ച് അവരുടെ ഊർജ്ജ മേഖലയിലേക്ക് അത് പ്രയോഗിക്കുന്നു എന്ന് കണ്ടപ്പോൾ അണുവായുധത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവരെ കയറി അടിച്ച് അത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു. കാരണം ഊർജ്ജ മേഖലയിൽ അവരുടെ സ്ഥാപിത താല്പര്യക്കാരായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുടെ ഊർജ്ജ മേഖല, ഇപ്പോൾ വൈദ്യുതി ഇവരിൽ നിന്ന് വാങ്ങണം, എല്ലാം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങണം, വാങ്ങി ഇവർ ഉപയോഗിക്കണം, ഒരു ഉപഭോക്തൃ രാജ്യമായി ഇവർ മാറണം. പക്ഷെ ഇന്ത്യ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുള്ള ഈ സാങ്കേതിക വിദ്യ, ഈ കൈവരിച്ചിട്ടുള്ള ഈ സാങ്കേതിക നേട്ടം ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിൽ വലിയൊരു കുതിച്ചാട്ടമാണ്. ഇനി വൈദ്യുതി നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ല. അതായത് വൈദ്യുത മേഖല നമ്മൾ സ്വയം പര്യാപ്തമാകുന്നു. അതോടൊപ്പം ഇലക്ട്രിക് വാഹനങ്ങളും മറ്റും കൂടി ആവുമ്പോൾ എണ്ണ മേഖല നമുക്ക് ആവശ്യമില്ല. അതായത് ഇറാനെ പോലും അല്ലെങ്കിൽ റഷ്യയെ പോലും അമേരിക്കയെ പോലും ആരെയും നമുക്ക് ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധിയാണല്ലോ നമ്മുടെ പ്രശ്നം. ഈ മേഖല കൽപ്പാക്കത്ത് ഈ സംഭവിച്ചിട്ടുള്ള അത്ഭുതം വൈദ്യുത മേഖലയിൽ വലിയ മാറ്റമായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അത് മാത്രമല്ല, മറ്റൊന്നുകൂടിയുള്ളത്, ഈ യുറേനിയം എന്ന് പറയുന്നത് അത്രയധികം കിട്ടാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അതുകൊണ്ടാണ് ഇറാന്റെ പക്കലുള്ള യുറേനിയത്തെ അമേരിക്ക അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷെ തോറിയം അങ്ങനെയല്ല. തോറിയം ഇന്ത്യയിൽ അത്യാവശ്യം വേണ്ടുവോളം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തെ കടപ്പുറത്തെ മണലില് കണ്ടമാനമുണ്ട്, ആവശ്യത്തിലും അധികം. എത്ര കാലം ഉപയോഗിക്കണമെങ്കിലും അത്ര കാലം ഉപയോഗിക്കാനുള്ള തോറിയം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയുണ്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക്, ഇന്ത്യയുടെ വളർച്ച നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് സഹിക്കും. തോറിയത്തെ ഇന്ധനമാക്കി പ്രവർത്തിക്കുന്ന റിയാക്ടറിന്റെ 2ാം ഘട്ട പ്രവർത്തനം കൂടി വിജയിച്ച നിലയ്ക്ക് ഇനിയുള്ള മുന്നേറ്റം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അമേരിക്കയ്ക്ക് എല്ലാവർക്കും പിടിച്ചാൽ കിട്ടുമൊന്നുമില്ല. അതായത് നമ്മുടെ ഈ രാജ്യത്ത് ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചു കഴിഞ്ഞാലും ശാസ്ത്ര സാങ്കേതിക വളർച്ച അത് അതിന്റെ വഴിക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഒരു മേന്മ എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. നമ്മൾ സാധാരണക്കാരെ ജനങ്ങൾ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും ഒക്കെ തമ്മിൽ തല്ലുകയും അതുപോലെ പരസ്പരം ചെളിവാരി എറിയുകയൊക്കെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ രാഷ്ട്ര വികസനം ലോകരാജ്യങ്ങളുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ അവരൊക്കെ അന്തം വിടുന്ന വിധത്തിൽ വളർന്നു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെയാണ് അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളെ അങ്കിലാപ്പിലാക്കുന്നത്. ഒരുപക്ഷെ അവരെക്കാളും മേലെ നമ്മളായാലോ? നമ്മൾ വൈദ്യുതി വൻതോതിൽ ഉത്പാദിപ്പിച്ച് മറ്റു ലോകരാജ്യങ്ങൾക്ക് വൈദ്യുതി കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാലോ? അവരുടെ സാങ്കേതിക മേഖല മുഴുവൻ തകരില്ലേ? പിന്നെ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലുള്ള ആശങ്കയ്ക്ക് കാരണമുണ്ട്. കാരണം അമേരിക്ക അടക്കമുള്ള ഫ്രാൻസ് പോലെയുള്ള വികസിത രാജ്യങ്ങൾ ഈ സാങ്കേതിക വിദ്യ നേരത്തെ തന്നെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയതാണ്. കാരണം റിയാക്ടറിൽ കൂളന്റായിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് സോഡിയമാണ്. നമുക്ക് നമ്മുടെ വാഹനത്തിന്റെ എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി കൂളന്റ് ഉപയോഗിക്കുമല്ലോ, അതുപോലെ ലിക്വിഡ് സോഡിയമാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ആ ഉപയോഗം നിയന്ത്രിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. അത് നിയന്ത്രിക്കാൻ കഴിയാത്തത് കൊണ്ട് വലിയ അപകടം ഉണ്ടാകും എന്നതുകൊണ്ടാണ് സത്യത്തിൽ ഈ മറ്റു രാജ്യങ്ങൾ ഇട്ടുപോയത്. എന്നാൽ ഇന്ത്യ ആ ഒരു ഘട്ടത്തെ അതിജീവിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിജീവിക്കും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അമേരിക്ക നേരത്തെ ഇന്ത്യക്കെതിരെ അത്തരത്തിലുള്ള താരിഫും മറ്റു കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയത്. അതായത് ഒന്ന് ചെയ്യും, പക്ഷെ അതിന്റെ പിന്നിൽ മറ്റു പലതും ഉണ്ടാകും. അതാണ് ഇറാനെയും ഇന്ത്യയും അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തോറിയം അത് വിജയകരമായി അതിന്റെ അടുത്ത ഘട്ടങ്ങൾ കൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ലോകത്ത് ഇന്ത്യ ഒരു വിപ്ലവമാകും. അതുപോലെ ഇറാൻ ഒരു വലിയ രാജ്യമാണ്. ആ രാജ്യം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തി ഊർജ്ജ മേഖലയിൽ അവരും സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ 2 രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ചൈന അടക്കമുള്ള ഈ രാജ്യങ്ങളുടെ പക്കലായിരിക്കും പിന്നെ നിയന്ത്രണം ഉണ്ടായിരിക്കുക. അമേരിക്കയുടെ അപ്രമാദിത്വം അവസാനിക്കും. സ്വാഭാവികമായിട്ടും അമേരിക്ക അതിന് നിൽക്കില്ല. അപ്പോൾ അത്തരം അവസ്ഥയിലേക്ക് ഇന്ത്യയും ഇറാനും എത്താതിരിക്കാൻ വേണ്ടി അവർ പരിശ്രമിക്കും. ഇതാണ്
ഇപ്പോ ഇറാനിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഒരു കാരണം ഇന്ത്യയെ പൂട്ടാൻ വേണ്ടി ശ്രമിച്ചതിന്റെ മറ്റൊരു കാരണം. ഇന്ത്യയെ പൂട്ടാൻ വേണ്ടി ഇറങ്ങിയത് നമ്മുടെ ഭരണാധികാരികൾ അതിവിദഗ്ധമായി അങ്ങോട്ട് പൂട്ടിട്ടു. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനും ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹോർമൂസ് എന്നല്ല, നീ എന്ത് കാര്യം പറഞ്ഞുകൊണ്ട് വന്നാലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു കൂത്താട്ടവും നടക്കില്ല എന്ന് ഇറാൻ തറപ്പിച്ച് പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.